പുതിയ വർഷം പുതിയ പ്ലാനുകൾ. നിങ്ങൾ 2026ലേക്ക് അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കായിട്ട് കുറച്ച് കൺട്രീസ് ഞാൻ പരിചയപ്പെടുത്താം. വെൽക്കം ടു എഡ്വീസ് അബ്രോഡ് ടോക്ക്. അഫോർഡബിൾ ഫീസിൽ IELTS വേവറോട് കൂടി റാങ്കിങ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അതിന് പറ്റിയൊരു ഓപ്ഷനാണ് UK. UKയുടെ മെയിൻ പ്രത്യേകത എന്നാൽ അവിടെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതൊരു സ്ട്രീമിലായിക്കോട്ടെ നിങ്ങൾക്ക് അതിനുള്ള മാസ്റ്റേഴ്സ് UKയിൽ കണ്ടെത്താൻ പറ്റും. UKയുടെ ഏറ്റവും പോപ്പുലറായി നിൽക്കുന്ന പ്രോഗ്രാംസ് ആണ് ഫൈനാൻസ്, IT, അതുപോലെ നേഴ്സിംഗ്, ബിസിനസ് ഇവയൊക്കെ. അതുപോലെ എഞ്ചിനീയറിങ്ങിൻ്റെ പല രീതിയിലുള്ള പ്രോഗ്രാംസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു +2 കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് കൂടുതൽ സ്കോപ്പുള്ള ഒരു പ്രോഗ്രാം പറയുകയാണെങ്കിൽ നേഴ്സിംഗ്, IT, എഞ്ചിനീയറിംഗ്, ബിസിനസ് റിലേറ്റഡ് ഉള്ള പ്രോഗ്രാംസ് ആണ്. നേഴ്സിംഗ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവിടെ ഡയറക്റ്റ് തന്നെ NHSലേക്ക് കയറാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ യൂണിവേഴ്സിറ്റിയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് UK താല്പര്യമില്ല, പക്ഷേ UKയുടെ പോലെ തന്നെ അഫോർഡബിൾ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന വേറൊരു കൺട്രിയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിന് പറ്റിയൊരു കൺട്രിയാണ് അയർലൻഡ്. അയർലൻഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ളതും ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. പിന്നെ നമുക്കിതിൽ ഫൈനാൻസ്, ഫിൻടെക്, അതുപോലെ തന്നെ ബിസിനസ് പ്രോഗ്രാംസ് ഇവയൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ IELTS മാൻഡേറ്ററി ആണ് അയർലൻഡിൽ എന്ന കൺട്രിക്ക്. ഇൻ കേസ് നിങ്ങൾക്ക് IELTS എടുക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇംഗ്ലീഷ് ടെസ്റ്റാണ് ഡുവലിംഗോ. ഡുവലിംഗോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിലും ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം, അതുപോലെ എക്സാം എഴുതാം. പിന്നെ അയർലൻഡിൻ്റെ ഒരു PSW സ്റ്റേ ബാക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു 2 വർഷത്തോളമാണ് സ്റ്റേ ബാക്ക് വരുന്നത്. ഇവിടെ നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് എത്താൻ പറ്റും. കാരണം IT ഹബ്ബാണിത്. IT ഹബ്ബ് എന്ന് വെച്ചാൽ ഒരുപാട് മെറ്റ, ഇപ്പോൾ ഫേസ്ബുക്ക്, അങ്ങനെ കുറേ കമ്പനീസ് ഈ അയർലൻഡിലുണ്ട്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കമ്പനീസും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു സെറ്റിൽമെൻറ്റ് റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ അയർലൻഡ് നല്ലൊരു ഓപ്ഷനാണ്. ഇവയൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് PR പെട്ടെന്ന് എത്തണം, അങ്ങനെയുള്ളൊരു കൺട്രി വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസാണ് ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും. ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും നമുക്കൊരു ബാച്ചിലേഴ്സ് ഒരു 3 years 4 years ഒക്കെ ആയിരിക്കും വരുന്നത്. മാസ്റ്റേഴ്സ് ഒരു 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷമായിരിക്കും. എന്നാൽ ഇവരുടെ സ്റ്റേ ബാക്ക് വരുമ്പോൾ ഒരു 3 വർഷം തൊട്ട്, ഇപ്പം ഓസ്ട്രേലിയ ആണെങ്കിൽ 3 വർഷം, ഓസ്ട്രേലിയ ആണെങ്കിൽ ഒരു 4 to 5 വർഷം വരെയൊക്കെ. അതിപ്പോൾ നമ്മൾ റീജിയണൽ ബേസിലും അതുപോലെ സിറ്റി ബേസിൻ്റെ ബേസിലായിരിക്കും ഓസ്ട്രേലിയൻ്റെ ഒരു സ്റ്റേ ബാക്ക് നിർണ്ണയിക്കുന്നത്. ഇവിടെ നമുക്ക് പഠിത്തം കഴിഞ്ഞ് നമ്മളൊരു 1 year വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് വേണമെങ്കിൽ PR അപ്ലൈ ചെയ്യാം. ഇവിടെയും നമുക്ക് IELTS മാൻഡേറ്ററി ആണ്. ഇൻ കേസ് IELTS പറ്റില്ലെങ്കിൽ നമുക്ക് PTE എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഇത് പഠിച്ച് അതിൻ്റെ പരീക്ഷ എഴുതി നമുക്കിതിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 60% മാർക്ക് ഉണ്ടെങ്കിൽ ഏതൊരു സ്റ്റുഡൻറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും. ഇനി ഇവയൊന്നും പറ്റില്ല, നിങ്ങൾക്ക് യൂറോപ്പാണ് താല്പര്യമെങ്കിൽ യൂറോപ്പിൽ നമുക്ക് വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. യൂറോപ്പിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഷെങ്കൻ വരുന്ന കൺട്രീസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 27-28 കൺട്രീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഷെങ്കൻ കൺട്രിയിലേക്കാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്, നിങ്ങൾ അവിടേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഷെങ്കൻ കൺട്രീസ് വിസിറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അവിടേക്ക് ജോലി നോക്കാം. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം യൂറോപ്യൻ കൺട്രീസിൽ ഉള്ള എല്ലാവർക്കും അറിയുന്നൊരു പ്രശ്നമാണ് ലാംഗ്വേജ് ബാരിയർ. ലാംഗ്വേജ് ബാരിയർ എന്തായാലും ഉണ്ടാവും. എന്നാൽ ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്ത കുറച്ച് കൺട്രീസും ഉണ്ട്. ഇപ്പം മാൾട്ട എടുക്കുകയാണെങ്കിൽ മാൾട്ടയിൽ ഒരു 80% ആൾക്കാർ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം മാൾട്ടയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു അഫോർഡബിൾ ഫീസിൽ ഒരു 6 to 8 lakh ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ക്ലാസ്സസിന്, അതായത് അവിടത്തേക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഒരു 1 year സ്റ്റേ ബാക്ക് കിട്ടും. പിന്നെ ഷെങ്കൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു കൺട്രിയിലേക്ക് പോയി നോക്കാം, ജോലിക്ക് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഏണിംഗ് ഉണ്ടാവണം, നല്ല GDP റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ കൺട്രി സെലക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വേറെ 2 ഓപ്ഷൻസാണ് ഫ്രാൻസും ജർമ്മനിയും. അപ്പം ജർമ്മനി ആണെങ്കിൽ എല്ലാവർക്കും അറിയാം IT ഹബ്ബാണ് കുറച്ചുകൂടി. അപ്പോൾ IT അതുപോലെ നേഴ്സിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു കൺട്രിയാണ് ജർമ്മനി. അതുപോലെ ബിസിനസ് പ്രോഗ്രാംസും ഉണ്ട്. പിന്നെ ജർമ്മനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 രീതിയിലാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ വരുന്നത്. ഒന്ന് പബ്ലിക് എഡ്യൂക്കേഷനും 2 പ്രൈവറ്റ് എഡ്യൂക്കേഷനും. പബ്ലിക് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിന് അത്യാവശ്യം ഒരു 65 എബോവിന് മാർക്കും IELTS ഉണ്ടെങ്കിൽ, ഒരു നോർമലി അവർ IELTS പറയുന്നത് ഒരു 6.5 6 ആണെങ്കിലും ചില യൂണിവേഴ്സിറ്റിക്ക് അവരുടെ ചില പ്രോഗ്രാമിൻ്റെ അനുബന്ധിച്ച് അവർ ചിലപ്പോൾ 7 ഒക്കെ പറയാറുണ്ട്. അങ്ങനെ IELTS എടുത്ത് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പബ്ലിക് എഡ്യൂക്കേഷൻ എടുക്കാം. അതുപോലെ ഫ്രീ എഡ്യൂക്കേഷൻ ആയിരിക്കും.
സ്റ്റുഡൻസിന് യാതൊന്നും പേ ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് മാത്രം കാണിച്ചിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകാം. ഇൻ കേസ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമുക്കൊരു 6 to 8 ആ ഒരു റേഞ്ചിലൊക്കെ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ 2 യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും നല്ലതാണ്. ഇപ്പോൾ പബ്ലിക് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാസ്സസ് കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ നമ്മൾ നോർമലി ഇന്ത്യയിൽ പഠിക്കുന്ന പോലെ കുറച്ച് ക്ലാസ്സസ് കൂടുതലായിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈപ്പ് പോലെ തന്നെ ആയിരിക്കും. പക്ഷെ പ്രൈവറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3 to 4 hours ഒക്കെ ആയിരിക്കും ഒരു ദിവസം ക്ലാസ് വരുന്നത്. അത് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുറച്ചുകൂടി രണ്ടും നല്ലത് തന്നെയാണ്. പിന്നെ എത്രത്തോളം പബ്ലിക്കിൽ പഠിക്കണം, ഫീസ് കൊടുക്കാതെ പഠിക്കണം എന്നുള്ളവർക്ക് പബ്ലിക്ക് ചൂസ് ചെയ്യാം. അതല്ല കുറച്ചുകൂടി പാർട്ട് ടൈമിലൂടെ ഏണിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റും ചൂസ് ചെയ്യാം. ഫ്രാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലറായി നിൽക്കുന്ന പ്രോഗ്രാംസ് ആണ് ബിസിനസ്, IT, ഫാഷൻ, ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് IELTS ഇല്ലാതെ IELTS വേവറോട് കൂടിയും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഫ്രാൻസ്. പിന്നെ ഷെങ്കൻ കൺട്രീസിൽ 2 വർഷത്തോളം സ്റ്റേ ബാക്ക് കിട്ടുന്ന ഒരു കൺട്രിയാണ് ഫ്രാൻസ്. അതും മാസ്റ്റേഴ്സിനാണ്. ഫിൻലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രിയാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡിൽ നമുക്കൊരു 2 വർഷത്തോളം സ്റ്റേ ബാക്ക് വരുന്നുണ്ട്. ഇവരുടെ മെയിൻ ഇൻടേക്ക് എപ്പോഴും സെപ്റ്റംബർ ഇൻടേക്കാണ്. ഇവിടുത്തെ ഏറ്റവും പോപ്പുലറായി നിൽക്കുന്ന പ്രോഗ്രാംസ് എഞ്ചിനീയറിംഗ്, IT, ബിസിനസ് ഇവയൊക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പക്ഷേ പോപ്പുലാരിറ്റി ഉള്ളത് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിന് തന്നെയാണ്. നമുക്ക് ഈ ഇൻടേക്ക് വരുമ്പോഴത്തേക്ക് ഇൻടേക്കിൻ്റെ ഡെഡ്ലൈൻസും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ആ വർഷത്തെ ജനുവരി ആ ഒരു ടൈമിൽ, ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആദ്യം ആ ഒരു ടൈമിലായിരിക്കും ഇതിൻ്റെ ഡെഡ്ലൈൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഫിൻലാൻഡ് താല്പര്യമില്ല, വേറൊരു യൂറോപ്യൻ കൺട്രി തന്നെ വേണം, അതും ഷെങ്കനിൽ വരുന്നത്, അത് നിങ്ങൾക്ക് സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൺട്രി വേണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മറ്റൊരു ഓപ്ഷനാണ് സ്വീഡൻ. സ്വീഡൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്വീഡനിൽ നമുക്ക് ഏറ്റവും പോപ്പുലറായി നിൽക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞത് എഞ്ചിനീയറിംഗ് മാത്രമല്ല, AI, റോബോട്ടിക്സ്, അതുപോലെ സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെൻറ്റ്, ഇങ്ങനെ കുറച്ചധികം പ്രോഗ്രാംസ് വരുന്നുണ്ട്. അവരുടെ ഏറ്റവും പോപ്പുലർ. പിന്നെ ഇവിടെ PSW നമുക്കൊരു 1 year-ഓളായിരിക്കും PSW വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സ്പൗസിനെ കൊണ്ടുപോകാം. ഇനി നിങ്ങൾക്ക് ഇവയൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് ലോ ഫീസ് കൺട്രീസിൽ തന്നെ പോകണം. അതായത് നിങ്ങൾക്ക് പെർ ഇയർ ഒരു 3.5 ലക്ഷമൊക്കെ മുടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ലാത്വിയ, ലിത്വാനിയ, പോളണ്ട്, ഇങ്ങനെയുള്ള കൺട്രീസ്. ഇവിടെ എല്ലായിടത്തും ഫീസ് വരുന്നത് ഒരു 3.5 ലക്ഷം ആ ഒരു റേഞ്ചിലായിരിക്കും പെർ ഇയർ ഫീസ് വരുന്നത്. അപ്പം മാസ്റ്റേഴ്സ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ഈ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ഫീസ് സ്ട്രക്ചർ വരുന്നത്. പിന്നെ ചില പ്രോഗ്രാമിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഇപ്പം മെക്കാനിക്സിൽ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ ഒരു 5 lakh to 6 lakh ഒക്കെ പ്രോഗ്രാമിന് ഫീ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്കൊരു ലോ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന 3 കൺട്രീസാണ് ലാത്വിയ, ലിത്വാനിയ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് IELTS വേവറോടെയും പഠിക്കാം. ഇനി ലിത്വാനിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഒരു 3 വർഷത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിത്വാനിയ കുറച്ചുകൂടി ടഫാണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ്, അതായത് 4 years ബാച്ചിലേഴ്സ് ഉള്ള കുട്ടികളെ മാത്രമേ അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. 1-2 യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് 3 വർഷം ബാച്ചിലേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ലാറ്റ്വിയയിലും പോളണ്ടിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. IELTS വേവറോടെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. 3.5 ലക്ഷം ആ ഒരു റേഞ്ചിൽ തന്നെ ഫീസ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട്. അത് പബ്ലിക്കും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം അബ്രോഡ് സ്റ്റഡീസ് ചൂസ് ചെയ്യാൻ. നിങ്ങളുടെ ഫീസ്, അതുപോലെ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഓപ്ഷൻസ് വരുന്ന കൺട്രീസ്, അതുപോലെ നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസ് ആണോ വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മളൊരു അബ്രോഡ് സ്റ്റഡീസിലേക്ക് പോവാൻ. അതായത് മിക്ക സ്റ്റുഡൻസും പറയുന്നത് എനിക്ക് 3.5 ലക്ഷം രൂപയുടെ ഫീസ് മതി, പക്ഷേ നിങ്ങളുടെ പ്രോഗ്രാം അവിടെ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രോഗ്രാമിന് അവിടെ ഡിമാൻഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പഠിത്തം കഴിഞ്ഞിട്ട് അവിടെ ഒരു ജോലിയിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ കൺട്രിയുടെയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. 2026 സ്റ്റഡി അബ്രോഡ് നോക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയാനായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിനായി എഡ്ബീനെ കോൺടാക്ട് ചെയ്യുക. 100% ഫ്രീ കൗൺസിലിംഗ് ആണ്. കൂടുതൽ ടിപ്സ് ആൻഡ് ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. താങ്ക്